പൊന്നാനിയിൽ ഒരു വീട്ടിൽ നിന്ന് 550 പവൻ മോഷണം പോയി. 8-10 മാസം മുമ്പായിരുന്നു ഈ സംഭവം. പൊന്നാനി ബിയ്യത്തുള്ള പ്രവാസിയുടെ വീട്ടിൽ നിന്നാണ് മോഷണം നടന്നത്. ഏപ്രിൽ 13, 2024 ആ മോഷണം നടന്നത്. ഏകദേശം 8 മാസത്തോളം കഴിഞ്ഞു. യാതൊരു തുമ്പും പോലീസിന് ലഭിച്ചില്ല. പക്ഷേ പോലീസിന്റെ അശ്രാന്ത പരിശ്രമം, അവിടുത്തെ SP വിശ്വനാഥ്, അതോടൊപ്പം പൊന്നാനി DYSP ഈ ബാലകൃഷ്ണന്റെ നേതൃത്വത്തിലും അവിടുത്തെ 3 സർക്കിൾ ഇൻസ്പെക്ടർമാര് ജലീൽ, ദീപകുമാർ, ജിനേഷ്, SI അരുണ്, പിന്നെ ആൻസാഫ് ടീം, അവരുടെ നിരന്തര പരിശ്രമ ഫലമായിട്ടാണ് 8 മാസം തുമ്പില്ലാതിരുന്ന ഈ കേസിന് 8 മാസത്തെ ജോലിയുടെ ഫലമായി അവരൊരാളെ ട്രാക്ക് ചെയ്തുകൊണ്ടിരുന്നു. അത് നിരവധി മോഷണ കേസിലൊക്കെ പ്രതിയായ ഒരു വ്യക്തിയെ തന്നെയാണ് അവർ ട്രാക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അത് പൊന്നാനി ഉള്ള രായമരക്കാർ വീട്ടിൽ സൂഹായി, അയാൾക്ക് 46 വയസ്സുണ്ട്. പൊന്നാനിക്കാരനാണ്. പൊന്നാനി കരിമ്പനയിലാണ് ഇവന്റെ വീട്. 1-2 ഭാര്യമാരുണ്ട്. ഇദ്ദേഹത്തിന്റെ സുഹൃത്ത് പൊന്നാനി കടവനാട് മുക്രിയം കറുപ്പം വീട്ടിൽ നാസർ, അയാൾക്കും ഏകദേശം ഇയാളുടെ പ്രായമാണ്. പിന്നെ പാലക്കാട്ട് കാവശ്ശേരിയിലെ പാലത്തൊടി മനോജ് 41 വയസ്സ്. ഇവര് 3 പേരെയും പോലീസ് ചോദ്യം ചെയ്തു. കേസിൽ ഇൻവോൾവ് ചെയ്തെന്ന് അവർക്ക് മനസ്സിലായി. അറസ്റ്റ് ചെയ്തു. കുറ്റം സമ്മതിക്കുന്നില്ല. അതിനുശേഷം അവരെ കസ്റ്റഡി വാങ്ങിച്ചു. കസ്റ്റോഡിയൽ ഇൻട്രോഗേഷനും വളരെ ശാസ്ത്രീയമായി, വളരെ ബുദ്ധിപൂർവമായ ചോദ്യം ചെയ്യലിൽ നിന്നാണ് ഈ കേസിന് തുമ്പുണ്ടായത്. കേസ് മോഷണം പോയ ഏപ്രിൽ വിദേശത്തായിരുന്ന വീട്ടുടമ രാജീവ്, ഏതായാലും ബിയ്യത്തുള്ള അദ്ദേഹത്തിന്റെ വീട്ടുകാരെല്ലാം വിദേശത്തായിരുന്നു. മോഷണം പോയപ്പം തന്നെ ഏകദേശം 350 പവനോളം മോഷണം പോയി എന്ന് FIR എടുത്തു. അവർ വിദേശത്തു നിന്ന് വന്നു. വീട് പരിശോധിച്ചപ്പോഴാണ് 350 പവനല്ല, 550 പവനാണ് മോഷണം പോയത്. ഏതായാലും പോലീസ് നിരന്തരമായി ഈ കേസിന്റെ അന്വേഷണം നടന്നു. ഈയിടെ നമുക്കറിയാമല്ലോ, വ്യവസായിയുടെ സ്വർണവും 1 കോടി രൂപയോ ഒക്കെ പോയത്. അതിന്റെ ചാനൽ ചർച്ചയിൽ ഞാൻ ഇക്കാര്യം പറയുകയും ചെയ്തു. ഇതിന് യാതൊരു തുമ്പും കിട്ടിയിട്ടില്ല. ഇങ്ങനെ 350 പവൻ മോഷണം പോയത് അവിടെ കിടക്കുന്നു. അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലും SP വിശ്വനാഥും DYSP ബാലകൃഷ്ണനും ഒക്കെ ഈ കേസിന്റെ അന്വേഷണത്തിന് പുറകിലാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. അവരുടെ നിരന്തര പരിശ്രമം അതുകൊണ്ട് തന്നെയാണ് ഈ കേസ് തെളിയില്ല എന്ന് ഞാൻ ഉൾപ്പെടെയുള്ളവർ കരുതിയിരുന്ന കേസ് തെളിവിലേക്ക് വന്നത്. പൊന്നാനിയിലെ താമസിക്കുന്ന വിദേശി, അദ്ദേഹത്തിന്റെ പ്രഥമ റിപ്പോർട്ടിൽ ഉദ്ദേശം വെച്ച് 350 പവനോളം പോയിട്ടുണ്ടാവും എന്നാണ് കരുതിയത്. പക്ഷെ 550 പവൻ, അതിൽ 438 പവനും കസ്റ്റോഡിയൽ ഇൻട്രോഗേഷന്റെ വിദഗ്ധമായ ചോദ്യം ചെയ്യലിൽ പോലീസ് കണ്ടെടുത്തു എന്നുള്ളതാണ്. അത് പോലീസിനെ നിരന്തരം, ഈ 1-ാം പ്രതി നിരന്തരം മോഷണക്കാരനാണ്, അയാളെ ഈ കേസിൽ സംശയിച്ച് തൃശ്ശൂർ വാടാനപ്പള്ളി സ്വദേശിയായ പൊന്നാനി താമസിക്കുന്ന കരിമ്പനയിലെ സുഹൈലിനെ തന്നെയാണ് പോലീസ് നോട്ടമിട്ടിരുന്നത്. ധാരാളം മോഷണ കേസുകൾ നടത്തിയിട്ടുണ്ട്. ആ മോഷണ കേസുകളിലെല്ലാം ജാമ്യത്തിറക്കുന്ന അയാളുടെ 1-ാം ഭാര്യയാണ്. 1-ാം ഭാര്യയുടെ ഒപ്പം അയാളുടെ മകള് ഷഹലയുമുണ്ട്. പോലീസിന് സംശയം തോന്നിയത് ഷഹലയ്ക്ക് 10 ലക്ഷം രൂപ ഈ മോഷണത്തിന് ശേഷം സുഹൈല് കൊടുത്തു എന്നൊരു വാർത്തയുണ്ടായിരുന്നു. 10 ലക്ഷം രൂപയുടെ ട്രാൻസാക്ഷൻ പിടിച്ചു. ഷഹലയെ ചോദ്യം ചെയ്തു. ഷഹലയുടെ അമ്മയെ ചോദ്യം ചെയ്തു. ഏതായാലും 10 ലക്ഷം രൂപ കൊടുത്തു എന്നുള്ള പോലീസ് കണ്ടെത്തി. ഈ പിടിവള്ളിയിൽ പിടിച്ചു കയറി അങ്ങ് പോലീസ്. കാരണം 10 ലക്ഷം രൂപ എങ്ങനെയാണ് ആ കുട്ടിക്ക് കിട്ടിയത്? കള്ളം പറഞ്ഞുകൊണ്ടേയിരുന്നു ഷഹലയും. അമ്മ ആ കുട്ടിയുടെ ഉമ്മയാണ്, നൂർജഹാനും.
പക്ഷേ പോലീസിന്റെ ചോദ്യം ചെയ്യലിലും കസ്റ്റഡിയിൽ ഇൻട്രോഗേഷനിലും അവരുടെ ഡിഫൻസ് എല്ലാം പൊളിഞ്ഞു വീണു. ഷഹല അമ്മയും നൂർജഹാനും താമസിക്കുന്നത് പെരിങ്ങോട്ടുകരയിലെ വാടക വീട്ടിലാണ്. ആ വീട്ടിൽ തന്നെ സൂക്ഷിക്കാനുള്ള സാധ്യത കൂടി. തിരിച്ചും മറിച്ചുമൊക്കെ പറഞ്ഞു. പെരിങ്ങോട്ടുകരയിലെ ആ വാടക വീടിന്റെ തറ, ആ തറയിൽ കുഴിച്ചിട്ടിരിക്കുകയായിരുന്നു. ഏകദേശം 438 പവൻ കുഴിച്ചിട്ടെടുത്തു നിന്ന് കിട്ടി. 29 ലക്ഷം രൂപയും പോലീസ് റെക്കോർഡ് ചെയ്തു. 550 പവൻ ആണ് മോഷണം പോയിരിക്കുന്നത്. ഇനി 438ഉം 62ഉം 112ഓളം പവൻ കണ്ടെടുക്കണം. അതിൽ 29 ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ട്. അത് സ്വർണം വിറ്റതാണോ എന്നറിയത്തില്ല. പക്ഷെ കുഴിച്ചിട്ടിരുന്നാണ് രസകരമായി തോന്നിയത്. നൂർജഹാന്റെ വീടിന്റെ വാടക വീടിന്റെ തറയിൽ അവിടെ കുഴിയെടുത്ത് 2 പ്ലാസ്റ്റിക് പാത്രത്തിൽ അതിൻ്റെ അകത്താണ് ഈ 438 പവൻ 2 പാത്രത്തിൽ സൂക്ഷിച്ചു. പാത്രത്തിന്റെ വായ്വട്ടം അവര് ടേപ്പ് വെച്ച് ഒട്ടിച്ചിരുന്നു. നിധി കുഴിച്ചിട്ടിരുന്ന പോലെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ കുഴിച്ചിട്ടിരുന്നു. അത് പോലീസ് നിരന്തരം ചോദ്യം ചെയ്തുകൊണ്ടിരുന്നപ്പം അത് വിറ്റുപോയി, ചെലവാക്കിപ്പോയി, ഇങ്ങനെയുള്ള കഥകളൊക്കെ പറഞ്ഞു 10 ലക്ഷം രൂപ മകളുടെ കയ്യിൽ എങ്ങനെ വന്നു, ഏത് സ്വർണം വിറ്റു, എവിടെ വിറ്റു, അതിനോട് അവരുടെ വാദഗതികൾ പൊളിഞ്ഞുപോയി. കാരണം കൊടുവള്ളി കൊണ്ടുപോയി സ്വർണം ഉരുക്കി. കാരണം കൊടുവള്ളി മുഴുവൻ സ്വർണത്തിന്റെ ഏരിയയാണ്. ഇഷ്ടംപോലെ ആൾക്കാർ ഉരുക്കി കൊടുക്കും. അവിടെ ഉരുക്കിയ ബാറായിട്ടുള്ള സ്വർണം കോട്ടയ്ക്കൽ ചട്ടിപ്പറമ്പിലെ ചില കടകളിൽ കൊടുത്തു. ബാർ കൊടുത്തു. ആ ബാർ അതേപടി പോലീസ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നിരവധി കേസുകളിലെ പ്രതിയായിട്ടുള്ള ഇയാള് ജാമ്യത്തിൽ ഇറങ്ങുന്ന ജാമ്യക്കാര് ആയിട്ട് ആദ്യ ഭാര്യ തന്നെയാണ് പല കേസുകളിലും വരുന്നത്. അത് എന്തായാലും വലിയ സംശയമായി. ഇയാളുടെ സഹചാരി ഈ കേസിനകത്തൊക്കെ മുന്നിട്ട് നിന്ന പൊന്നാനി, കടവനാട്ടുള്ള നാസർ, അതുപോലെ പാലക്കാട്ടുകാരൻ മനോജ്, ഇവര് 3 പേരും കൂടിയാണ് ഈ മോഷണം നടത്തിയത്. എന്തായാലും പിടിക്കപ്പെടില്ല എന്ന് അവരും കരുതി. 8 മാസത്തോളം മുന്നോട്ട് കാര്യങ്ങൾ പോയി. പക്ഷെ പോലീസ് നിരന്തരമായി ഈ കേസിന്റെ പുറകിൽ ഉണ്ടായിരുന്നു എന്ന് അവർ മനസ്സിലാക്കിയില്ല. ഏതായാലും നല്ല ഇൻവെസ്റ്റിഗേഷനാണ് അവിടുത്തെ SP നേതൃത്വത്തിൽ ബാലകൃഷ്ണനും അവിടുത്തെ വെറ്ററന്മാരായ സർക്കിൾ ഇൻസ്പെക്ടർമാരും SI അരുൺ ഉൾപ്പെടെയുള്ള ധാരാളം സ്ക്വാഡിലുള്ളവരുണ്ടായിരുന്നു. അവരെല്ലാവരും ഇയാളെ കണ്ടെത്താനും അറസ്റ്റ് ചെയ്യാനും ഇവരെ മോഷ്ടിച്ച സ്വർണ്ണാഭരണങ്ങൾ കൈകാര്യം ചെയ്യാൻ സാധ്യതയുള്ള സ്ഥലങ്ങളും അവർ വിസിറ്റ് ചെയ്ത സ്ഥലങ്ങളും ഒക്കെ ഇവര് 8 മാസം എടുത്തു അത് ട്രാക്ക് ചെയ്യാനും. ഏതായാലും മലപ്പുറം SP അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല. വിശ്വനാഥിനെയും അദ്ദേഹത്തിന്റെ DYSPയെയും ബാലകൃഷ്ണനെയും അവരുടെ കൂടെ ഉണ്ടായിരുന്ന ആ സർക്കിൾ ഇൻസ്പെക്ടർമാര്, അവരുടെ പോലീസ് സ്ക്വാഡ്, എല്ലാവരെയും നമുക്ക് അഭിനന്ദിക്കാതിരിക്കാനൊക്കെയുള്ള. കാരണം അവരുടെ ജോലി തിരക്കിന്റെ ഇടയ്ക്കും ഈ മോഷണ കേസിന്റെ ഫോളോ അപ്പ് നിരന്തരം നടത്തിക്കൊണ്ടാണ് ഇത്ര നല്ലൊരു ഡിറ്റക്ഷൻ ഉണ്ടായത്. കേരളത്തിലെ നമുക്കിപ്പോൾ അറിയാം, പല കേസുകളും നമ്മൾ നോക്കുമ്പം പല വീടുകളും വിദേശികളുടെയും പ്രവാസികളുടെയൊക്കെ വീടുകളിൽ സ്വർണം ഉണ്ടെന്ന് കള്ളന്മാർക്കറിയാം. അത് തന്ത്രപൂർവ്വം അവർ മോഷ്ടിച്ചെടുക്കുന്നു. പിടിക്കപ്പെട്ടില്ലെങ്കിൽ വലിയ സ്വത്തിന്റെ ഉടമകളായി അവർ മാറുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്.